നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2026 ഏറ്റവും കൂടുതൽ വിജയസാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള സംസ്ഥാനം അസം തന്നെയാണ്. 126 സീറ്റുകളുള്ള അസാമിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളത്. നോക്കൂ, കോൺഗ്രസ് ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളായ കർണാടകയിലും തെലങ്കാനയിലുമെല്ലാം പേപ്പർ ബാലറ്റ് സംവിധാനം തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ അസംബ്ലി പാസാക്കിയെടുക്കുകയാണ്. പക്ഷേ അത് മറ്റുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എളുപ്പമാകില്ല. പ്രക്ഷോഭം തുടരുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പേപ്പർ ബാലറ്റ് ഉപയോഗിച്ചതിൻ്റെ ക്ഷീണം BJPയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിലും തെലങ്കാനയിലും ഒന്നും അവർക്ക് ആ ക്ഷീണം ഈ അടുത്തൊന്നും മാറുകയില്ല. അത്രമേൽ നാശോന്മുഖമായിരിക്കുകയാണ് BJPയുടെ അവിടുത്തെ സംഘടനാ ദൗർബല്യം. BJPയെ സംബന്ധിച്ചിടത്തോളം 2026 പല രാജ്യസഭാ സീറ്റുകളിലൂടെ അട്ടിമറി വിജയം നേടിയെടുത്ത് രാജ്യസഭയിൽ തന്നെ BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുക എന്ന വലിയ തോതിലുള്ള ആകാംക്ഷയിലാണവർ. അതിനുവേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പുകളെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. സുനിൽ കനകോലുവോ ഇലക്ഷൻ തന്ത്രജ്ഞന്മാരോ ഒന്നും വിചാരിച്ചാൽ ഒരു പരിപൂർണമായ മാറ്റം ഈ രാജ്യത്ത് കോൺഗ്രസിന് വേണ്ടി കൊണ്ടുവരാൻ കഴിയില്ല. അതിന് ജനങ്ങൾ തന്നെ ഒരുമ്പെടണം. അത്തരത്തിൽ ഒരു നിശബ്ദ തരംഗം അസാമിൽ അലയടിക്കുകയാണ് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. മൊത്തമുള്ള സീറ്റിൽ 70ഓളം സീറ്റുകൾ നേടിയെടുക്കാൻ ഇപ്പോൾ കോൺഗ്രസിന് കഴിയുമെന്ന് ദേശീയ സർവേ ഏജൻസികൾ, പ്രത്യേകിച്ചും CNN-ഉം റിപ്പബ്ലിക്കും ഒക്കെ വളരെ വ്യക്തമായി പറയുകയാണ്. റിപ്പബ്ലിക് ചാനലിൻ്റെ ചീഫ് എഡിറ്റർ അർണബ് ഗോസ്വാമി തൻ്റെ അന്തിച്ചർച്ചകളിൽ ഉടനീളം അസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ കാട്ടിക്കൂട്ടുന്നത് കോപ്രായത്തരങ്ങളാണെന്ന് തുറന്നടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ആർജവം സമ്മതിച്ചു കൊടുത്തേ മതിയാവുകയുള്ളൂ. ഇത്രയും നാളും സംഘപരിവാറിന് വേണ്ടി കുഴലൂതിയതിനു ശേഷം അർണബ് ഗോസ്വാമി പതിയെ ഗിയർ മാറ്റുകയാണ്. അത് നിഷ്പക്ഷതയിലേക്ക്, സംഘപരിവാറിൻ്റെ തീവ്ര ഫാസിസ്റ്റ് നിലപാടിനെ കുറിച്ചുള്ള അവരുടെ യഥാർത്ഥ ജൽപ്പനങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുറന്നടിക്കാൻ അർണബ് ഗോസ്വാമി തയ്യാറായെങ്കിൽ അതൊരു കാതലായ പരിവർത്തനം തന്നെയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 2026 അസാമിൽ ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ BJPയുടെ തിരിച്ചടിയായിരിക്കും. കാരണം അസാം എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. അതിൻ്റെ ജോഗ്രഫിക്കൽ പൊസിഷൻ അത്രമാത്രം വലുതാണ്. മറ്റുള്ള സംസ്ഥാനങ്ങൾ പടിപടിയായി BJPക്ക് കൈവിടുമോ എന്നുള്ള ഭയാശങ്ക നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വല്ലാതെ അലട്ടുകയാണ്. അത് മണിപ്പൂരിലെ വിഷയമായിക്കോട്ടെ, മിഡിൽ ഈസ്റ്റിൽ ക്രൈസ്തവർക്കെതിരെയുള്ള നിലപാടായിക്കോട്ടെ, കേരളത്തിൽ ക്രൈസ്തവർ എൻ ബ്ലോക്കായി BJPയിലേക്ക് പോകുമെന്ന് വെറുതെ ദിവാസ്വപ്നം കാണുന്നവർ അസാമിലെ ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് കണ്ട് വിലയിരുത്തുമ്പോൾ മനസ്സിലാകും മിഡിൽ ഈസ്റ്റ് പയ്യെ BJPക്ക് അപ്രായോഗികമാകുന്ന ഒരു കാഴ്ചയിലേക്കാണ് അവിടെ മാറി മറിയുന്നത്.